അതെല്ലാം ഒന്നും ചിലവഴിച്ചില്ല. കള്ള് ഷാപ്പിനകത്ത് ഞാൻ പൈസ കൊടുക്കാതെ ഞാൻ പോകാറില്ല. അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ഫാമിലി ഏൽപ്പിക്കും. അതൊക്കെ ഡെപ്പോസിറ്റായിട്ടൊക്കെ ഇട്ട് അങ്ങനെ വരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂസ്വത്തുകളിൽ യാതൊരു വരുമാനങ്ങളുമില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ പടത്തിൽ ഞങ്ങളുടെ പിതാവിനെ വിളിച്ചാൽ ഞാൻ എന്നിട്ടും അത് നിന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പത്രക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഒരൊറ്റ പത്രക്കാർ പോലും എൻ്റെ പിതാവിനെ വിളിച്ചത് ഞാൻ ദുഃഖിതനായിരുന്നുവെന്നും എന്നിട്ടും ഞാൻ പാട്ട് ചെയ്യുന്നു ആരെങ്കിലും എഴുതിയോ? ആലപ്പുഴയിൽ അച്ഛൻ ഉള്ളവർക്ക് അച്ഛൻ്റെ ഗുണം മനസ്സിലാവും. ജി സുധാകരൻ മാർച്ച് 12 ഗോപകുമാർ മുകുന്ദൻ എഴുതുന്ന ഒരു FB പോസ്റ്റുണ്ട്. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹം എഴുതിയത് മാർച്ച് 12 ഓർക്കണം. സഖാവ് ജി സുധാകരൻ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സമയത്ത് എഴുതിയതാണ്. അദ്ദേഹം ആ നിലപാട് തിരുത്തി പ്രിയപ്പെട്ട നേതാവായി തുടരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിന് ആ കാലമൊക്കെ കടന്നുപോയി. അദ്ദേഹം അതിനൊന്നും നിന്നില്ല, വലതുപക്ഷത്തേക്ക് പോയി. ഇങ്ങനെ പറയാൻ എനിക്ക് വ്യക്തിപരമായ അവകാശം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗോപകുമാർ മുകുന്ദൻ എഴുതുന്നത് ഒരേ പാർട്ടി ബ്രാഞ്ചിലെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ. ശ്രദ്ധിക്കണം, ഒരേ പാർട്ടി ബ്രാഞ്ചിലെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ. അദ്ദേഹം പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കുറച്ചു മുൻപ് ഒരു ബ്രാഞ്ച് യോഗത്തിൽ അദ്ദേഹം അമ്പലപ്പുഴയിലെ ഏതോ ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമോ മറ്റോ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്നു എന്ന കാര്യം, രാഷ്ട്രീയ വിമർശനമല്ല, അപമാനിക്കുന്നു എന്ന കാര്യം അവതരിപ്പിച്ചു. ബ്രാഞ്ച് അത് ചർച്ച ചെയ്തു. ആ യോഗത്തിൽ ഞാനായിരുന്നു അധ്യക്ഷൻ എന്ന് ഗോപകുമാർ മുകുന്ദൻ എഴുതുന്നു. ചർച്ച ചെയ്തു, അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. ഇത്തരം പ്രവണതകൾ തെറ്റാണ് എന്നും അത് പരിശോധിച്ച് പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കാൻ ആ ബ്രാഞ്ച് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തീരുമാനം ജില്ലാ കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അതാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും ആ വ്യക്തിയെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കി എന്നാണ് എൻ്റെ അറിവ് എന്ന് ജി സുധാകരൻ കൂടി അംഗമായ ആ ബ്രാഞ്ചിൽ അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ച ബ്രാഞ്ച് യോഗത്തിൽ അധ്യക്ഷനായിരുന്നയാൾ എഴുതുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ എഴുതുമ്പോൾ അവിടം വരെ എഴുതിയാലേ അത് പൂർണ്ണമാകൂ. CPIM ജി സുധാകരനെ അവഗണിക്കുകയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പരാതി, അദ്ദേഹത്തെ അപമാനിച്ച പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തെ പാർട്ടി CPIM നടപടിയെടുത്തു എന്ന യാഥാർത്ഥ്യം നിൽക്കുകയാണ്. ഇപ്പോഴും അപമാനിച്ചു എന്ന് പറയാൻ, ആ വിഷയത്തെ അങ്ങനെ നിലനിർത്താൻ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, അങ്ങനെ നിലനിർത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കരുവാക്കി ഈ വിഷയം അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് രാവിലെ കേട്ടപ്പോൾ തോന്നിയ കാര്യം. അതിന് ഏറ്റവും വലിയ തെളിവ് ഈ ഗോപകുമാർ മുകുന്ദൻ്റെ പോസ്റ്റ് കൂടിയാണ് എന്നുള്ളതാണ്.